നമ്മുടെ നാട്ടിലൊരു വീട് വാടകയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ എടുക്കുക എന്നത് പതിറ്റാണ്ടുകളായി വ്യക്തിപരമായ വിശ്വാസത്തിലും പരസ്പര ധാരണയിലും അധിഷ്ഠിതമായി നടന്നു വന്നിരുന്ന ഒരു സാമൂഹിക ഇടപാടായിരുന്നു. രേഖകൾ ഉണ്ടായാൽ തന്നെ അതൊരു സാധാരണ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിടുന്ന ഒരു കരാർ എന്നതിലുപരി നിയമപരമായ കൃത്യതയോ അല്ലെങ്കിൽ സുരക്ഷിതത്വമോ ഉറപ്പുവരുത്തിയിരുന്നില്ല. എന്നാൽ 2025 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന പുതിയ നിയമങ്ങൾ ഈ രംഗത്തെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുന്നു. ഇനി രജിസ്ട്രേഷൻ ഇല്ലാതെ വാടകയ്ക്ക് വീട് കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. ഇന്ത്യൻ ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പാക്കിയ ഈ നിർണായക പരിഷ്കരണം രാജ്യത്തെ വാടക മേഖലയിൽ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. സുരക്ഷിതമായ വാടക ബന്ധത്തിന് നിയമം പാലിക്കേണ്ടത് ഇപ്പോൾ വീട്ടുടമയുടെയും വാടകക്കാരൻ്റെയും നിയമപരമായ ബാധ്യതയാണ്. ഈ പുതിയ നിയമത്തിൻ്റെ ഓരോ അംശവും ഒരു സാധാരണ പൗരനെ എങ്ങനെ ബാധിക്കുമെന്നും എന്തുകൊണ്ട് ഈ പരിഷ്കാരം ഇത്ര പ്രധാനമാണെന്നും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. പുതിയ നിയമം വാടക കരാറുകൾക്ക് വ്യക്തമായ ഒരു നിയമപരിധി നിർവചിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ 11 മാസത്തിന് മുകളിലുള്ള എല്ലാ വാടക കരാറുകളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം എന്നതാണ്. നിലവിൽ വന്ന നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ഡിജിറ്റൽ സ്റ്റാമ്പിൻ്റെ നിർബന്ധിത ഉപയോഗമാണ്. മുൻപ് 50 രൂപയുടെയോ 200 രൂപയുടെയോ അല്ലെങ്കിൽ 500 രൂപയുടെയോ ഫിസിക്കൽ സ്റ്റാമ്പ് പേപ്പറിൽ കരാർ തയ്യാറാക്കുന്നതായിരുന്നു പതിവ്. ഈ കരാറുകൾക്ക് പലപ്പോഴും പ്രാദേശിക തലത്തിൽ പോലും വ്യക്തമായ നിയമപരമായ സാധുത ഉണ്ടായിരുന്നില്ല. എന്നാൽ ജൂലൈ 1 മുതൽ ഫിസിക്കൽ സ്റ്റാമ്പ് പേപ്പറുകൾ അംഗീകരിക്കില്ല. പകരം സർക്കാരിൻ്റെ അംഗീകൃത പ്ലാറ്റ്ഫോമുകൾ വഴി ഇ സ്റ്റാമ്പ് എടുക്കണം. ഇ സ്റ്റാമ്പ് എന്നത് നിങ്ങളുടെ കരാറിൻ്റെ നിയമപരമായ മൂല്യം ഉറപ്പാക്കുകയും നിശ്ചിത തുക സർക്കാർ ഖജനാവിൽ എത്തിച്ചതായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. 11 മാസത്തിന് മുകളിലുള്ള കരാറുകൾ രജിസ്റ്റർ ചെയ്യണമെന്നത് നിഷ്കർഷിക്കുന്നതിലൂടെ ഒരു വാടക ബന്ധം നിയമപരമായ ഒരു രേഖാമൂലമുള്ള ഇടപാടായി മാറുന്നു. ഒരു വീടോ കെട്ടിടമോ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാതെ നൽകുന്ന വാക്കാലുള്ള കരാറുകൾക്ക് ഇനി നിയമപരിരക്ഷ ലഭിക്കില്ല. നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് വ്യാജ വാടക കരാറുകൾ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മറവിലും അല്ലാതെയുമായി നിലനിൽക്കുന്നുണ്ട്. വാടക ഉടമ്പടികൾ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ആ ഭൂമിയുടെയോ കെട്ടിടത്തിൻ്റെയോ മേലുള്ള വാടക ഇടപാട് സർക്കാർ രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു. ഇത് വ്യാജ കരാറുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും വാടകക്കാരനെ സംബന്ധിച്ച് സുരക്ഷിതത്വവും വീട്ടുടമയ്ക്ക് നിയമപരമായ വ്യക്തതയും നൽകുന്നു. ഈ നിയമം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഗുണം ചെയ്യുന്ന ഒന്നല്ല. ഇത് വാടകക്കാരൻ്റെയും വീട്ടുടമസ്ഥൻ്റെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുന്നു. ആദ്യം നമുക്ക് വാടകക്കാരൻ്റെ നിയമപരമായ സുരക്ഷ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് വാടക കരാർ കാലാവധി അവസാനിക്കും മുമ്പ് വീട്ടുടമ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വാടക വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയോ ചെയ്യുക എന്നുള്ളത്. രജിസ്റ്റർ ചെയ്ത കരാറിലൂടെ വാടകക്കാരന് കരാർ കാലാവധി തീരുന്നതുവരെ വീട്ടുടമയിൽ നിന്ന് നിയമപരമായ സംരക്ഷണം ലഭിക്കും. കരാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ വ്യവസ്ഥയും നിയമപരമായി കൃത്യതയുള്ളതായിരിക്കും. മറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കേണ്ട ആവശ്യം വാടകക്കാരനില്ല. രജിസ്റ്റർ ചെയ്ത കരാറിൽ രേഖപ്പെടുത്തിയ വാടക മാത്രമേ കരാർ കാലയളവിൽ ഈടാക്കാൻ സാധിക്കൂ. അപ്രതീക്ഷിത വാടക വർധന അനുവദിക്കുകയേയില്ല. സെക്യൂരിറ്റി ഡിപ്പോസിറ്റിൻ്റെ കാര്യത്തിലാണ് ഒരു നിർണായകമായ മാറ്റം വന്നിരിക്കുന്നത്. താമസത്തിനുള്ള വീടുകൾക്ക് പരമാവധി 2 മാസത്തെ വാടകയും വാണിജ്യ സ്ഥാപനങ്ങൾക്ക് 6 മാസത്തെ വാടകയും മാത്രമേ സെക്യൂരിറ്റിയായി സ്വീകരിക്കാൻ അനുവാദമുള്ളൂ. വാടക വർധനവിൻ്റെ കാര്യത്തിൽ വാടക വർദ്ധിപ്പിക്കാൻ ഹൗസ് ഓണർ 90 ദിവസത്തെ രേഖാമൂലമുള്ള അറിയിപ്പ് നൽകിയിരിക്കണം. അതുപോലെ വാർഷിക വാടക വർധനവ് 5 മുതൽ 10% പരിധിയിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വീട്ടുടമയ്ക്ക് ലഭിക്കുന്ന വ്യക്തത എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വാടകക്കാരൻ വാടക നൽകാതിരിക്കുക, വീട്ടുടമയുടെ അറിവില്ലാത്ത സ്ഥലം മറ്റൊരാൾക്ക് ഉപവാടകയ്ക്ക് നൽകുക, അല്ലെങ്കിൽ കരാർ കാലാവധി കഴിഞ്ഞിട്ടും ഒഴിഞ്ഞു പോകാതെ ഇരിക്കുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് വീട്ടുടമസ്ഥർ പ്രധാനമായും നേരിടുന്നത്. കൃത്യമായി രജിസ്റ്റർ ചെയ്ത കരാർ ഉണ്ടെങ്കിൽ വാടകക്കാരൻ കരാർ ലംഘിച്ചാൽ വീട്ടുടമയ്ക്ക് എളുപ്പത്തിൽ നിയമപരമായ വഴി നേടാനും അവരെ ഒഴിപ്പിക്കാനും സാധിക്കും. വാടകക്കാരൻ്റെ ഐഡൻറ്റിറ്റിയും വിവരങ്ങളും നിയമപരമായി സ്ഥിരീകരിക്കപ്പെടുന്നതിലൂടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അടുത്തത് നികുതി സുതാര്യതയും സാമ്പത്തിക വളർച്ചയും. രാജ്യത്തെ വാടക വരുമാനം ഒരു വലിയ ശതമാനവും നികുതി സംവിധാനത്തിൻ്റെ പരിധിക്ക് പുറത്താണ്. ഈ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതിലൂടെ വാടക വരുമാനം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരികയും നികുതി പിരിവ് കാര്യക്ഷമമാക്കുകയും ചെയ്യും. ഇത് രാജ്യത്തിൻ്റെ പൊതു സാമ്പത്തിക സംവിധാനത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ രജിസ്ട്രേഷൻ നടത്താതെ മുന്നോട്ടു പോകുന്ന വാടക ബന്ധങ്ങൾക്ക് കനത്ത പിഴയും നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. കരാർ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് നിയമലംഘനമായി കണക്കാക്കുന്നതിനാൽ വാടക തുകയുടെ നിശ്ചിത ശതമാനം പിഴയായി ഈടാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇതിനു പുറമെ രജിസ്റ്റർ ചെയ്യാത്ത കരാറുകൾക്ക് നിയമപരമായ അംഗീകാരം വളരെ കുറവായിരിക്കും. ഒരു തർക്കം കോടതിയിൽ വരുമ്പോൾ ഇത് തെളിവായി സ്വീകരിക്കാൻ കോടതി വിസമ്മതിച്ചാൽ കരാറിൻ്റെ ഭാഗമായുള്ള ആർക്കും നിയമപരമായ പരിരക്ഷ ലഭിക്കില്ല. ഉദാഹരണത്തിന് ഒരു വാടകക്കാരൻ കേടുപാടുകൾ വരുത്തുകയോ വാടക നൽകാതിരിക്കുകയോ ചെയ്താൽ
രജിസ്റ്റർ ചെയ്ത കരാറാണ് വീട്ടുടമയ്ക്ക് കോടതിയിൽ ഏറ്റവും ശക്തമായ തെളിവ്. രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം കോടതിക്ക് മുന്നിൽ വാടക ബന്ധം തെളിയിക്കാൻ കൂടുതൽ പ്രയാസം നേരിടേണ്ടി വരും. ഒരു സാധാരണ പൗരൻ ഇനി എന്ത് ചെയ്യണം? കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. പുതിയ നിയമങ്ങൾ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഒരു വീട്ടുടമയും വാടകക്കാരനും ഇനി പറയുന്ന കാര്യങ്ങൾ ഉറപ്പാക്കിയാൽ മാത്രം മതി. വ്യക്തമായ കരാർ തയ്യാറാക്കൽ, വാടക തുക, അഡ്വാൻസ്, വാടക വർദ്ധിപ്പിക്കേണ്ട കാലയളവ്, അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്തം, കരാർ കാലാവധി എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ ഒരു വാടക കരാർ, അതായത് റെൻ്റ് എഗ്രിമെൻറ്റ് തയ്യാറാക്കുക. ഡിജിറ്റൽ സ്റ്റാമ്പ് കരസ്ഥമാക്കുക. സംസ്ഥാന സർക്കാരുകളുടെ അംഗീകൃത വെബ്സൈറ്റുകൾ വഴി ആവശ്യമായ തുകയ്ക്കുള്ള ഈ സ്റ്റാമ്പ് പേപ്പർ ഓൺലൈനായി നേടുക. അടുത്തത് രജിസ്ട്രേഷൻ പ്രക്രിയ. 11 മാസത്തിന് മുകളിലുള്ള കരാറുകൾക്ക് ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ പോവുകയോ നിലവിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയോ ചെയ്യുക. വീട്ടുടമയും വാടകക്കാരനും സാക്ഷികളും ഒരുമിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം. അടുത്തത് പകർപ്പ് സൂക്ഷിക്കൽ. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം കരാറിൻ്റെ നിയമപരമായി അംഗീകരിച്ച പകർപ്പ് ഇരു പാർട്ടികളും സുരക്ഷിതമായി സൂക്ഷിക്കുക. ഈ നിയമങ്ങൾ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു. ഒരു കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളടക്കം വായിച്ച് മനസ്സിലാക്കേണ്ടത് വാടകക്കാരൻ്റെ കടമയാണ്. അതുപോലെ നിയമപരമായ ബാധ്യതകൾ പാലിക്കേണ്ടത് വീട്ടുടമയുടെ ഉത്തരവാദിത്തവും. വാടക നിയമങ്ങളിലെ ഈ മാറ്റം ഇന്ത്യയിലെ ഭവന വിപണിക്ക് ഒരു പുതിയ മാനദണ്ഡം നൽകുന്നു. ഇത് ഈസ് ഓഫ് ലിവിംഗ് എന്ന സർക്കാരിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ വാടക നൽകാനുള്ള കെട്ടിടങ്ങളുടെ ലഭ്യത വർദ്ധിക്കാനും കെട്ടിട ഉടമകൾക്ക് കൂടുതൽ വിശ്വാസ്യതയോടെ വാടകയ്ക്ക് കൊടുക്കാനും ഇത് പ്രോത്സാഹനകരമാകും. നിയമം പാലിക്കുക എന്നത് ഒരു ബാധ്യത എന്നതിലുപരി നിങ്ങളുടെ അവകാശങ്ങളും സ്വത്തും സംരക്ഷിക്കാനുള്ള ഒരു സുരക്ഷാ കവചമായി ഇതിനെ കാണുക. ഈ മാറ്റങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വാടകക്കാരനോ വീട്ടുടമയോ ആണെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ ഒരു വാടക ബന്ധം ഉറപ്പാക്കാൻ സാധിക്കും. നിയമം നിങ്ങളുടെ പക്ഷത്താണ്. അതുപയോഗിച്ച് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക തന്നെ വേണം.